ഹായ് ഡിയേഴ്സ്, ഞാനൊരു 2-3 വീക്സ് മുമ്പ് കയ്യിൽ നെയിൽ ഫിക്സ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെയിൽ ഞാൻ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈ നെയിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു നെയിൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് നെയിലൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല ഇത് എത്ര ദിവസം എൻ്റെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ ഇന്ന് വെച്ചു നാളെ തന്നെ അത് ഇളകി പോവോ എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്ന് ഞാൻ ആദ്യം ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാമല്ലോ, ഇത് പെർഫെക്റ്റ് ആണ്. എത്രയാണ് എൻ്റെ കയ്യിൽ കറക്റ്റ് ഒരു 9 ഡേയ്സ് എൻ്റെ കയ്യിൽ അതൊരു കുഴപ്പവും കൂടാതെ എൻ്റെ കയ്യിൽ തന്നെ ആ നെയിലുണ്ടായിരുന്നു. പിന്നെ 10th ഡേയിൽ ഞാൻ തന്നെയാണ് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇളക്കിയെടുത്തത്. ആ ഇളക്കിയെടുക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പണി കിട്ടിയെന്നല്ല, 8ൻ്റെ പണി തന്നെ കിട്ടിയെന്ന് പറയാം. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ നെയിൽ എൻ്റെ കയ്യിൽ നിന്നൊന്ന് ഇളക്കിയെടുത്തത്. അത് ഇളക്കിയെടുക്കാൻ പെടുന്ന പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു നെയിൽ കട്ടർ വെച്ച് പണി 18 നോക്കി, ഒരു രക്ഷയില്ല. കാരണം അടിയിലുള്ള എൻ്റെ ഒറിജിനൽ നെയിൽ പൊട്ടുന്നതല്ലാതെ ഈ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന നെയിൽ ഒരു തരത്തിലും ഇളകി വരുന്നില്ല. പിന്നീട് ഞാൻ വേറെ നെയിൽ കട്ടർ കൊണ്ടുവന്നു, അത് വെച്ച് കുത്തി പൊളിച്ചെടുക്കുകയാണ്. അപ്പോഴും എൻ്റെ ആക്ച്വൽ നെയിൽ ഈ നെയിലിൻ്റെ ആ ഒരു പശയ്ക്കനുസരിച്ച് പൊന്തി വരികയാണോ ഇളകി വരികയാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു നെയിൽ ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതിങ്ങി വലിച്ചെടുത്താൽ പോരെ, വലിച്ചിളക്കിയാൽ പോരെ, എന്താ ഇത്രയും പാടെന്ന്. പറ്റില്ല ഗൈസ്, ഒരിക്കലും നമുക്കതങ്ങനെ വലിച്ചിളക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അടിയിലത്തെ നെയിൽ ഇളകി പോകുന്ന പോലൊക്കെയാണ് നമുക്ക് ഫീൽ ആകുന്നത്. കാരണം നമുക്ക് നല്ല പെയിൻ എടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വലിച്ചിളക്കി എടുക്കുമ്പോൾ. കണ്ടോ, ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു തള്ളവിരലിലെ ആ ഒരു നെയിൽ ഇളക്കിയത്. അങ്ങനെ ഇളക്കിയപ്പോഴത്തേക്കിനും ആ നെയിലിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോയി. ഞാൻ ആദ്യം വിചാരിച്ചു, ഇത് ഫിക്സ് ചെയ്തപ്പോൾ വിചാരിച്ചു ഇതിനെയും റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കണം, നെക്സ്റ്റ് ടൈം ഒരു ഗമ്മ് വെച്ചിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ എടുത്ത നെയിൽ മുഴുവനും അത്രയും വലിച്ചെടുത്തത് കാരണം നെയിൽ കട്ടറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കൊണ്ടിട്ട് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. ഒന്നും ഇനിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം പാടുപെട്ടാണ്. പിന്നെയും എനിക്ക് തോന്നുന്നു തള്ളവിരലിലെ നെയിൽ ഇളക്കാനാണ് അത്രയും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. ബാക്കി നെയിൽസൊന്നും അത്രയും പാടില്ലെങ്കിലും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാം ഇളക്കിയെടുത്തത്. കാരണം പിന്നെ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല പ്രോഡക്റ്റാണ്, അതുകൊണ്ടല്ലേ പെട്ടെന്ന് ഇളകി പോകാഞ്ഞത്. ഒരു 9 ഡേയ്സൊക്കെ കയ്യിലിരുന്നു. അത്രത്തോളം ഡേയ്സ് ഞാൻ അത്യാവശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്തിട്ടും കയ്യിൽ നിന്ന് അത് ഇളകി പോവോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഉടക്കി അങ്ങനെ ഇളകി പോവോ ഒന്നും ചെയ്തില്ല. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ തട്ടുവോ മുട്ടുവോ ഒക്കെ ചെയ്യുമ്പോൾ ഈ നെയിൽ ഇളകി പോകില്ലേന്ന്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇത് തന്നെ ഞാനത് വലിച്ചിളക്കിയാണ്. കയ്യിൽ ഇത്രയും ദിവസം ഇരുന്നപ്പം ചെറിയൊരു ബുദ്ധിമുട്ട്, അങ്ങനെ അത് ഇളക്കിയെടുക്കണമെന്നുള്ള, എങ്ങനെ ആയിരിക്കും അത് ഇളകി വരുമോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ഇന്ന് ഇളക്കിയെടുത്തതാണ് ആ നെയിൽ. അതിൻ്റെ പശയൊക്കെ കണ്ടോ കയ്യിലിരിക്കുന്നത്. ആ നെയിൽ വീണ്ടും ഒന്നുകൂടെ ആ പശയിലോട്ട് വെച്ച് അമക്കിയിട്ടും ഒന്ന് പ്രസ് ചെയ്തിട്ടും അതവിടെ തന്നെ ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അതിൻ്റെ ഗമ്മെന്ന് പറയുന്നത് അത്രത്തോളം പെർഫെക്റ്റ് ആണ്. അങ്ങനെ വലിയൊരു പരിശ്രമങ്ങൾക്കൊടുവിൽ നമ്മൾ ചെറിയ വിരലിലെയും നെയിൽ ഇളക്കിയെടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ് നെയിൽസും നമ്മൾ ഇളക്കി. എൻ്റെ കൈ ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്നു. വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും